ഒരുപാട് പേര് ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, നിങ്ങളുടെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ലയോ? അല്ല, നിങ്ങളൊരു മെയിൻലി ഞങ്ങളൊരു മുസ്ലിം ഫാമിലിയിൽ വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ലയോ? അതായത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി 1 വർഷം സമയമെടുത്ത് അതിനുശേഷമാണ് ഈ കല്യാണം എന്നുള്ള പ്രോസസ്സിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് പോലും. അപ്പം ഇവളുടെ ഫാമിലിയിലാവട്ടെ, അവളുടെ ഉമ്മാക്ക് അവരുടെ വീട്ടിൽ അവർക്കൊരു കുഴപ്പമില്ല. ഇവന്തോ ഇവർ വരുന്നത് ഒരു മലപ്പുറം പാലക്കാട് ഒരു ഓർത്തഡോക്സ് മുസ്ലിം മെന്റാലിറ്റി. മല്ലു കോമ്പസ് ആൻഡ് റമീസ ബഷീർ ഫിറ്റ്നസ് ചാലഞ്ചുകളിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയ 2 പേരാണ്. മല്ലു കോമ്പസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അജിനാസും സുഹൃത്ത് റമീസ ബഷീറും. ഇനി സുഹൃത്ത് എന്ന് പറയാൻ കഴിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് പണ്ടേ കപ്പിളാണെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞത് എന്നത് പലർക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയും കാലം നിങ്ങൾ 2 പേരും തമ്മിൽ ലിവിംഗ് ടുഗദർ ആയിരുന്നു. മുസ്ലിം ആയിട്ട് നിങ്ങൾ ഇമാതിരി പരിപാടി ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ഇവരുടെ കല്യാണ കാര്യം അറിഞ്ഞപ്പോ പലരും ഇപ്പോൾ ചോദിക്കുന്നത് എന്നാണ് ഇവരിപ്പോ പറയുന്നത്. വെറൈറ്റി മീഡിയയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇവരുടെ 2 പേരുടെയും കല്യാണത്തിന് ഒരുപാട് റീലുകൾ കിടപ്പുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നവർക്കുള്ള മറുപടി എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ചില കാര്യങ്ങൾ പറയുന്ന വീഡിയോ ആ കൂട്ടത്തിൽ കിടപ്പുണ്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് പേര് ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, നിങ്ങളുടെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ലയോ? അല്ല, നിങ്ങളൊരു മെയിൻലി ഞങ്ങളൊരു മുസ്ലിം ഫാമിലിയിൽ വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ലയോ? അതായത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി 1 വർഷം സമയമെടുത്ത് അതിനുശേഷമാണ് ഈ കല്യാണം എന്നുള്ള പ്രോസസ്സിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് പോലും. അപ്പം ഇവളുടെ ഫാമിലിയിലാവട്ടെ, അവളുടെ ഉമ്മാക്ക് അവരുടെ വീട്ടിൽ അവർക്കൊരു കുഴപ്പമില്ല. ഇവന്തോ ഇവർ വരുന്നത് ഒരു മലപ്പുറം പാലക്കാട് ഒരു ഓർത്തഡോക്സ് മുസ്ലിം മെന്റാലിറ്റി ഉള്ള ഏരിയ ആണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ കൊല്ലം ഉപ്പമാരും ഉമ്മമാരും എന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് പഴയ ചിന്താഗതിയുള്ളവരാ. ഇവന്തോ അവരും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. അവൻ തന്നെയാണ് അവളുടെ എൻ പോയിന്റ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്നുള്ളത് വന്നപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്നവർക്ക് ആർക്കും കണ്ണുകടി തോന്നേണ്ട ആവശ്യമില്ല. അറ്റ്ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ് ഗൈസ്. വളരെ നല്ല കാര്യം. പക്ഷെ കാണുന്ന ആളുകൾക്ക് കണ്ണുകടി ഉണ്ട് എന്ന് ആരാണ് അജിനാസിനോട് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഇവർ ആരാണെന്ന് പോലും പലർക്കും മനസ്സിലായിട്ടില്ല. എന്നിട്ടാണ് കണ്ണുകടി. സംഭവം അജിനാസിന്റെ മല്ലു കോമ്പസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ 300K ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും വെറൈറ്റി മീഡിയയിലെ ഇവരുടെ കല്യാണത്തിന്റെ റീലുകളുടെ എല്ലാം അടിയിൽ ഇവരാരാ എന്നുള്ള കമന്റുകളാണെന്ന് അറിയുന്നത്. ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം. എന്താ ഇപ്പൊ പ്രശ്നം? ഇവരൊക്കെ ആരാണ് ഇവരിതൊക്കെ ചോദിച്ചത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ ഗൈസ്, ഇതൊക്കെ ആരാന്ന്? എനിവേ, ആരാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ആരാ? അതിന് നിങ്ങളൊക്കെ ആരാ? അതിന് നീയൊക്കെ ഏതാ? അറിയാൻ മേലായിട്ട് ചോദിക്കുക. ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? ഓരോ ദിവസവും ഓരോ യൂണിവേഴ്സ് ഇറങ്ങിക്കോളും. ആർക്കും അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാമോ ആരെ ഇവരെന്തിനാ ഇവരെന്നൊക്കെ? എന്നാലും സിമ്പിളായ ഒരു കാര്യം ചോദിക്കട്ടെ വെറൈറ്റി മീഡിയ മരുകളെ, ഇവരൊക്കെ ആരാ? ഇവന്റെയൊക്കെ അണ്ണാക്കിൽ ക്യാമറ കെട്ടിവെച്ച് ഞങ്ങൾക്ക് കാണിക്കാൻ. കണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്കും ഇവരാരാണെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇവരുടെ അക്കൗണ്ടിൽ 1-2 റീല് കണ്ടപ്പോൾ എനിക്ക് ഒരു പിടി കിട്ടി. ആ റീല് മുമ്പ് ഞാനും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം പോപ്പുലർ ആയ ഒരു റീലാണ്. ചിലപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്കും ഇവരെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഞാൻ ആ റീലൊന്ന് പ്ലേ ചെയ്യാം. കൃത്യം 45 ദിവസം കൂടെ ഈ കാണുന്ന വണ്ണമല്ല, ഈ വണ്ണമല്ല, ഈ അമ്മച്ചി പോലിരിക്കുന്ന ഇവളുടെ ലുക്ക് ഞാൻ മൊത്തത്തിൽ മാറ്റാൻ പോവാ. അതായത് ഇവളെ നിർത്തി ചാറടിപ്പിക്കാണ്ട് ഞാൻ കൃത്യം 45 ദിവസം കൊണ്ട് എല്ലാവരും കാണട്ടെ. ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിന്നും ഇവളെ ഞാൻ മാറ്റിയെടുക്കാൻ പോവാ. ഇന്നും കൂടെ നിനക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ നീ ഇഷ്ടം പോലെ തിന്നോ. ഇന്ന് മന്തി തിന്നു, എന്ത് വാങ്ങിച്ചു തരും? ഷവർമയും വാങ്ങിച്ചു തരും നാളെ തൊട്ട്. അതായത് ഇവളെ ഉരുക്കി ചാറെടുക്കാൻ പോവാണ്. സോ ഇവളെ എന്തൊക്കെ കൃത്യമായി കഴിക്കുന്നു, ഇവളുടെ വർക്കൗട്ട്, ഇവളെ എങ്ങനെ ഞാൻ കൊല്ലാൻ പോകുന്നു എന്നുള്ളത് കാണാം. എന്റെ വണ്ണം നിങ്ങൾ നോക്കണ്ട. ഞാൻ അത്യാവശ്യം ഇതിനിടയിൽ കൂടെ തന്നെ ഞാനൊക്കെ ട്രാൻസ്ഫോം ആയിക്കോളും. കാരണം എന്റെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കണ്ട് മടുത്ത് കാണും. ഇഷ്ടംപോലെ ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി ഞാൻ വീഡിയോ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ വട്ടം ഞാൻ ഇവളാണ് എന്റെ ഏര. കണ്ടോണം കൊണ്ട് നിൽക്കേ. അതായത് 10-26 വയസ്സുള്ളെങ്കിലും ഒരു അമ്മച്ചി ലുക്ക് ആയി കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് ചെറുതായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ കണ്ട ചെള്ളയൊക്കെ ഇങ്ങനെ തുടുത്തിരിക്കുന്ന കഴുത്തെ കണ്ടാണ്. ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഇവിടെ വർക്കൗട്ട് ചെയ്യാനങ്ങ് ചെയ്യിപ്പിക്കും. നിർത്തി ഞാനങ്ങ് കൊല്ലും. അപ്പുറത്തെ ഗ്രൗണ്ട് ഉണ്ട്, ഓടിപ്പിക്കുകയോ ചാടിപ്പിക്കുകയോ ഇവിടെ കൃത്യസമയത്ത് എണ്ണിപ്പിക്കുക. നിങ്ങൾ കണ്ടാൽ മതി, വേറെ ഒന്നും പറയാനില്ല. കൃത്യം 45 ഡേയ്സ് കൊണ്ട് ഇവിടെ എങ്ങനെ ട്രാൻസ്ഫോം ആവുന്നു, ഇവളുടെ കൃത്യം ഡയറ്റ് എന്താണ്, ഫുഡ് എന്താണെന്നുള്ളതെല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും. പോരെ, വേറെ ഒന്നും പറയണോ? ഒന്നുമില്ലല്ലോ, സന്തോഷം. സോ ദാറ്റ്സ് ഇറ്റ്. എന്റെ ഞങ്ങൾ നോക്കണം, അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തോളാം. ഞാനുണ്ടോ ഇല്ലെങ്കിൽ സാർ ഒരു സ്കൂപ്പ് എടുത്ത് തട്ടി കറക്റ്റ് ആയിട്ട് കുടിച്ചോണം വേ പ്രോട്ടീൻ. ഞാൻ എടുത്ത് തന്നിട്ട് ഇനി കുടിക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടല്ലോ. ഇപ്പൊ വരെ കുറെ പേർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോകളാണ് ഇവർ അധികം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ എന്തായെന്ന് അറിയാം പലരും ഇവർ ഫോളോ ചെയ്തിട്ടും. ഇവർക്ക് വല്ല മാറ്റവും വന്നോ എന്ന് അറിയാൻ വേണ്ടി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറെ പേരുണ്ടാവല്ലോ. എല്ലാവരും ഇങ്ങനെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കുമല്ലോ. സോ ആ ഒരു ക്യൂരിയോസിറ്റി എല്ലാവരിലും ഉണ്ടാകും. അടുത്ത വീഡിയോ മിസ് ആവാതിരിക്കാൻ എല്ലാവരും ഇവരെ ഫോളോ ചെയ്യും. അങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ആയതെന്ന് തോന്നുന്നു. അല്ല, ആർക്കും ഇവരെ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇനി പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ഞാൻ പ്ലേ ചെയ്ത റീലിൽ അജ്നാസ് പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത്
അതായത് നിങ്ങൾ മുസ്ലിം അല്ലേ, എന്നിട്ട് കല്യാണം കഴിക്കാതെ ലിവിംഗ് ടുഗദർ ആയി ഇത്രയും കാലം ജീവിച്ചത് തെറ്റല്ലേ എന്നൊക്കെ പലരും തന്നോട് ചോദിക്കുന്നു എന്നാണ് അജിനാസ് പറയുന്നത്. ഞങ്ങളുടെ പാരന്റ്സിനും അടുത്ത കുടുംബക്കാർക്കൊന്നും ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പഴയ ആളുകളായ ഗ്രാൻഡ് പാരന്റ്സിന് പോലും ഞങ്ങൾ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞങ്ങൾ ഒന്നിക്കും കല്യാണം കഴിക്കുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഈ കാര്യം ആലോചിച്ച് എടങ്ങാറാവണ്ട, കണ്ണു അടിക്കണ്ട എന്നൊക്കെ എങ്ങനെ ചോദിച്ചവരോടുള്ള മറുപടി എന്ന രീതിയിൽ അജിനാസ് പറഞ്ഞത്. നല്ല മറുപടി തന്നെയാണ് അജിനാസ് കൊടുത്തത് അല്ലെ. എങ്ങനെ ജീവിക്കണം, എപ്പോ കല്യാണം കഴിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. അവർക്കും അവരുടെ കുടുംബത്തിനും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അതിലെന്താണ് കാര്യം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ അതിന് മാത്രം ആളുകൾ അങ്ങനെ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് മുസ്ലിം ആയിട്ട് നിങ്ങൾ ലിവിംഗ് ടുഗദർ ആയി ജീവിച്ചത് മോശമായി പോയി എന്നുള്ള രീതിയിൽ വ്യാപകമായ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ചില റീലുകളെല്ലാം നോക്കിയപ്പോൾ അവിടെ ഇവിടെയും ചില കമന്റുകൾ കണ്ടു എന്നല്ലാതെ അങ്ങനെ പറയാൻ മാത്രം വ്യാപകമായ രീതിയിൽ ഈ കാര്യത്തിൽ ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് നടന്നതായി എന്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. എന്നാലും അവിടെയും ഇവിടെയും ഒക്കെ ചില കമന്റുകൾ ഉണ്ട് താനും. ചിലത് ഞാൻ വായിച്ചുതരാം. മുസ്ലിം ആണെങ്കിൽ പാടില്ല, ഓക്കെ, നിങ്ങൾക്ക് ഏത് മതവിശ്വാസിയാണോ അതിനോട് നിങ്ങൾ നീതി പുലർത്തണം. നിക്കാഹ് കഴിയാതെയാണോ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചത്, 2 കുഞ്ഞുങ്ങളായിട്ട് മതിയായിരുന്നു, എന്താ ഇത്ര തിടുക്കം, ഓക്കെ, ഇങ്ങനെ ചില കമന്റുകൾ ഉണ്ട്. ഇത് തന്നെ ഞാൻ ആകെ അരിച്ചു പെറുക്കിയപ്പോൾ കണ്ട കമന്റുകളാണ്. നിങ്ങൾ ആരാ, ഇവരൊക്കെ ആരാ തുടങ്ങിയ ഇവരെ മനസ്സിലാകാത്തവരിട്ട കമന്റുകൾക്കിടയിൽ മറ്റു കമന്റുകളെല്ലാം മുങ്ങിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ കമന്റ് ഇടുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, മതവിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സോ അതിലൊന്നും കയറി ഇടപെടാത്തതാണ് നല്ലത്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. എന്നാലും പണ്ടത്തെ പോരൊന്നും അല്ലട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനും മോശം കമന്റുകൾ വന്നേനെ. ഇപ്പൊ നമ്മൾ വായിച്ച കമന്റുകൾക്കൊക്കെ ഒരു മാന്യതയുണ്ട്. പക്ഷെ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഭയങ്കര ഓവറായിരുന്നു. ആളുകളൊക്കെ കുറെ മെച്ചപ്പെട്ടു എന്ന് തോന്നുന്നു. അതോ ഇനി ഇവരെന്തായാലും കല്യാണം കഴിച്ചല്ലോ, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിലും ഇതുപോലെ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റു ചില സ്റ്റേറ്റ്മെന്റുകളും അജിനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറൈറ്റി മീഡിയയിൽ വന്ന ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. കയറി പോകുന്ന ചെറുക്കനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ആക്ച്വലി അങ്ങനെ തട്ടൊന്നും അങ്ങനെ അവർക്ക് ശീലമില്ല. അപ്പൊ നമുക്ക് അതൊരിക്കലും പറയണമെന്ന് ആവശ്യമില്ല. ഇവർക്ക് ചിന്ത ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവരെല്ലാരും തട്ട വിടാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു പറയാറുണ്ട്, ഇപ്പൊ ഈ തട്ട വിടുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അതുപോലെ ഒരു കാര്യമുണ്ട്, ഈ തട്ട വിട്ട് ഇങ്ങനെ നടന്ന തറയെ നോക്കി നടക്കുന്ന ടീമുകളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, വെറും ഉണ്ടായിട്ട് വെറും ഫ്രോഡ് ടീമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല, എനിക്ക് കൃത്യമായിട്ട് എന്റെ ജീവിതത്തിൽ പോലും റിഫ്ലക്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല തട്ട വെക്കിട്ട് നല്ല നടക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇറ്റ്സ് അപ്പോൾ നമ്മളൊരു വ്യക്തികളെ എങ്ങനെ സമീപിച്ച് അവരോട്ട് എങ്ങനെ പെരുമാറുന്നു, സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് എനിക്ക്. കാരണം പള്ളിയിൽ പോയി 5 നേരം നമസ്കരിക്കുന്ന ടീമുകൾ അറിയാം, അതും കഴിഞ്ഞിട്ട് വന്നിട്ട് കാണിക്കുന്ന ഹറാം പറമ്പെന്തോ എന്നുള്ളത്. അത് ഒരു റിലീജിയസ് വൈസ് അങ്ങനെ ചെയ്യണമെന്ന് ആരും ഇതാകുന്നില്ല. നമ്മള് ദൈവത്തിന് പറഞ്ഞ് ജീവിക്കരുതാ പോലെ. അതെ, അതത്രേ ഉള്ളൂ. നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം. തട്ടം വിട്ടു എന്നുള്ളത് കൊണ്ടോ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിച്ചത് കൊണ്ടോ ആരും ഇവിടെ നല്ല മനുഷ്യരാകണമെന്നില്ല. അതുപോലെ ഇതൊന്നും ചെയ്യാത്തവരാരും മോശം മനുഷ്യരാവണമെന്നുമില്ല. ഈ മതനിയമം അനുസരിക്കാത്തവരൊക്കെ മോശം മനുഷ്യന്മാരാണെന്നുള്ളൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് തീർത്തും തെറ്റായ കാഴ്ചപ്പാടാണെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം, അജിനാസ് പറഞ്ഞ പോലെ തന്നെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പല ഉടായ്പന്മാരും ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. മതവിശ്വാസികളായിക്കൊണ്ട് തന്നെ നന്നായി ജീവിക്കുന്നവരും മോശമായി ജീവിക്കുന്നവരും ഉണ്ട്. അതെല്ലാ മതത്തിലും അങ്ങനെ തന്നെ. മതപുരോഹിതന്മാരുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. എല്ലാ തരം ആളുകളും ഉണ്ട്. ഒരു സമൂഹമാകുമ്പോൾ അങ്ങനെയല്ലേ വരൂ. ലോകത്ത് ഒരു മനുഷ്യനെയും പൂർണ്ണമായി നല്ലവനെന്നോ പൂർണ്ണമായി മോശപ്പെട്ടവനെന്നോ തരംതിരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഉള്ളത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ബാക്കി കണ്ടോക്കാം. എനിക്കിതങ്ങ് ഓർത്തിട്ട് എല്ലാം നീ മാരേജ് ലൈഫ് എങ്ങനെയാവുന്ന ഓർത്ത് ഇതെല്ലാം പെട്ടെന്ന് നടക്കുമല്ലേ, എനിക്ക് ഭയങ്കര പാനിക് അറ്റാക്ക് പോലെയായി. എനിക്ക് ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഒരു ഇൻസിഡന്റ് പറയണം എനിക്കിപ്പോ തോന്നുന്നു. ഇപ്പൊ ഈ റിലീജിയസ് വിഷയം കാരണപ്പോ ഞാനിപ്പോ ഈ റീസെന്റ് ഞാനും എന്റെ അമ്മയും കൂടെ കൊല്ലത്ത് കൊട്ടാരക്കരോട്ട് പോവാം. എന്റെ വണ്ടിയിൽ കൊണ്ടുപോയി ഒരു പുരോഹിതൻ വണ്ടി കൊണ്ട് ഇടിച്ച്. വയസ്സായ മനുഷ്യന് എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കത്തുള്ളേ. നോക്കുക, ഇയാൾ ഇറങ്ങി ഞാൻ ചെന്നതും ഇയാൾ എന്നെ നടുവരലും ഒക്കെ എന്നെ കാണിച്ചു. എന്റെ അമ്മയാണ് സത്യം, എന്നെ നടുവരലും നോക്കി കാണിച്ചു. അതായത് എന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും എന്റെ പള്ളിയിൽ വെച്ചാണ് അത് മോശമായി പോയി. എന്തായാലും അജിനാസ് പറഞ്ഞ ആ വീഡിയോ ഇപ്പോഴും അവന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഞാനൊന്ന് പ്ലേ ചെയ്യാം. നായിന്റെ മോൻ പള്ളിയിലച്ഛൻ. ഇപ്പൊ ഈ പള്ളിയിലച്ഛനെ നായിന്റെ മോൻ വിളിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കുറയ്ക്കാൻ ആര് വന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം അവൻ വെറും നായിന്റെ മോൻ ആയതുകൊണ്ട് തന്നെ. ഇനി ഇവിടെ പള്ളിയിലച്ഛനായാലും ഇവിടെ മുസ്ലിയാർ മറ്റേ തലയിൽ കെട്ടി തൊപ്പിയിട്ട് മുസ്ലിയാരായാലും അതുപോലെ തന്നെ പൂനൂലുള്ളവരായാലും ഊമ്പിത്തരം കാണിച്ചത് അങ്ങനെ തന്നെ പറയും. കാരണമുണ്ട്, മൊത്തം കാരണിട്ട് പോകണം. കാണുന്ന പള്ളിയിലച്ഛൻ ഞാൻ ഇപ്പൊ വീഡിയോ കാണിക്കാം. എന്തോ അച്ഛൻ കാണിച്ചോ മാത്രം ഞാൻ ഒന്നും പറയാത്തത്, മനസ്സിലായോ? എന്നിട്ട് ഒരു മൈൻഡില്ല കൊണ്ട് വണ്ടി ഇടിച്ചിട്ട് കാണിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഒന്ന് പറയാ, എന്താണെന്ന് മിണ്ടാത്തത്? അച്ഛൻ ഇങ്ങനെ അല്ല, ആദ്യമേ കാണിച്ച ആക്ഷൻ ഒന്ന് അച്ഛൻ കാണിക്ക്. ഫസ്റ്റ് കാണിച്ച ആക്ഷൻ ഒന്ന് കാണിക്കുന്നത് ക്യാമറ ഒന്നും കാണിക്കുന്നില്ല. ആദ്യമേ കാണിച്ച ആക്ഷൻ അച്ഛനെ കാണിക്കും. ഞാൻ ഇപ്പോഴും തന്നെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നത്. വണ്ടി കൊണ്ട് കയറ്റിയൊന്നും പോരാ. ഇവിടുന്ന് അങ്ങനെ കിടന്ന കാണിക്കുന്ന ഡയലോഗ് ഉണ്ടോ കൈയെടുത്ത് ആക്ഷൻ കാണിക്കുന്നത്? താനും ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? ഞാൻ ക്യാമറ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്റെ പേര് കേസ് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു. അതായത് നാട്ടിലെ നടപ്പ്.
വീഡിയോ എടുത്ത് വെച്ചില്ലെങ്കിൽ ഇല്ലയോ നാളെ ആന ഇവിടെ പട്ടിയാക്കുന്ന നാടാ. വികാരി എന്ന് പറഞ്ഞാൽ കള്ള താളിയൊക്കെ പറയുന്നത് ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ട് അല്ലെങ്കിൽ വെളിയിൽ സംസാരിച്ച നാട്ടുകാർ വേറെ എന്ന് പറയും. ആക്ഷൻ കൈവച്ച് അവ ഇങ്ങനെ കാണിക്കുന്ന കൈ ഒരു കൂസലും ഇല്ലെന്നുള്ള എന്നിട്ടും ഇരിക്കുന്നുണ്ടില്ല അകത്ത് തിരിച്ചു വെച്ചിട്ട് ഒരു സോറി മിനിമം ഒരു സോറി പറഞ്ഞാലെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളത്. നമുക്ക് പോട്ട് പോകാൻ തെറ്റി പറ്റി പോകാൻ അറിയാതെ പറ്റിപ്പോയതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കര ടു കൊല്ലം പോകുന്ന അവിടെ ട്രാഫിക്കിൽ നടക്കും. ഞാൻ വണ്ടി ലെഫ്റ്റ് എന്റെ പോകുന്ന റൂട്ട് ഞാൻ കിടക്കുവാണ്. ഇയാൾ എന്ത് ചെയ്ത് സിഗ്നൽ വീണിട്ട് പെട്ടെന്ന് ഓഫ് ആവുന്നതിന് പോകാൻ വേണ്ടി തിരുക്കത്തി വേണ്ടി വണ്ടി എടുത്ത് എന്റെ വണ്ടിക്ക് അത് കൊണ്ടിടിച്ചു. സ്വാഭാവികം നമ്മൾ ഡോർ ഇറങ്ങി നോക്കും എന്ത് വെച്ചാൽ കാണിച്ചത് സംഭവം എന്ന് വെച്ച് ചോദിക്കാൻ പോകും. എടാ മോനെ അത് പറ്റിപ്പോയി സോറിടാ തീർന്നു ഒന്നുമില്ല. നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഈ നായിന്റെ പള്ളിയിൽ അച്ഛനില്ല എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഈ നായിന്റെ മോനാണ് അവിടെ പള്ളി മൊത്തം നന്നാക്കാൻ വേണ്ടി തൊടിക്കാൻ വേണ്ടി നടക്കുന്നത്. ഇവനെ പോലുള്ളവരാന്ന് തോന്നുന്നത്. ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്ത സമയത്തേക്ക് അച്ഛൻ പിന്നെ എല്ലാം കാണിപ്പും കോപ്പൊക്കെ നിർത്തി. മനസ്സിലായില്ലോ? ഇതുപോലുള്ള നായിന്റെ മക്കളായിട്ടുള്ള പള്ളിയിലച്ഛന്മാരാവട്ടെ മുസ്ലിംമാരായിക്കട്ടെ കള്ളന്മാരുണ്ട്, കള്ള ടീമുകൾ. ഇവന്മാരെ ഒരുത്തന്നെ നമ്പാൻ പറ്റില്ല. ഇവന്മാര് നാട്ടുകാർ മുമ്പിൽ എല്ലാം കാണിച്ചോളൂ ഞാൻ വലിയ സാമാനമെന്ന് പറഞ്ഞ് നിൽക്കും. അടിയിൽ കൂടെ കാണിക്കുന്ന വേറെ മറ്റേടത്തെ പരിപാടിയായിരിക്കും. അതുകൊണ്ട് ബഹുമാനം അർഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ ബഹുമാനം കൊടുക്കും, വേണ്ടാത്തവർക്ക് ഒരു തുള്ളി കൊടുക്കത്തുമില്ല. അപ്പം ഈ ഒരു പള്ളിയച്ഛൻ കാണിച്ചൊരു ഉമ്മിത്തരത്തിനോട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. അല്ല ലോകത്തുള്ള എല്ലാ പള്ളിയച്ഛന്മാരെന്നല്ല, ഇഷ്ടംപോലെ അറിയാവുന്ന അച്ഛന്മാരുണ്ട്, സ്നേഹമുള്ള ആൾക്കാരുണ്ട്, അത് വേറെ. ആ സ്ഥലത്ത് ഇറങ്ങി കൊട്ടാരക്ക് ഇറങ്ങി പ്രതികരിച്ച് നല്ല വിഷയം ഉണ്ടാക്കിയെന്ന് വെച്ചോ ഈ പറഞ്ഞ ചുറ്റിരിക്കുന്ന നാട്ടുകാരാണ്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അങ്ങനെ എന്താ പറയുക, തലയെക്കെട്ടുണ്ടോ ഒരു കുരിശുണ്ടോ അല്ലെങ്കിൽ ഒരു പൂനൂലുണ്ടോ അതൊരു പുരോഹിതനാണോ അല്ലെങ്കിൽ ഒരു മുസ്ലിയാരാണോ മറ്റേ നമ്പൂതിരിയാണോ അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. നാട്ടുകാർ മൊത്തം എന്നെ ചീത്ത വിളിക്കുവാണെങ്കിൽ സത്യാവസ്ഥയിൽ. അതുപോലെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇതേപോലെ അവസ്ഥ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. കാരണം 70% 80% അതെന്താ ഒരു പെണ്ണല്ലേ പോട്ടെ എന്നുള്ള പറഞ്ഞു വിടും. അപ്പം ഈ കാണിക്കുന്ന ഊമ്പിത്തരങ്ങളോട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. അപ്പൊ എനിക്കത് പറയണം തോന്നി, അത്രേ ഉള്ളൂ. മല്ലു കൊമസ് സൈനിങ് ഓഫ്. ഓക്കെ, കണ്ടല്ലോ അച്ഛൻ നടുവിരൽ കാണിക്കുന്നൊന്നും വീഡിയോയിലില്ല. പക്ഷെ അജനാസ് പറയുന്നു അങ്ങനെ കാണിച്ചു എന്ന്. എന്തായാലും അജനാസൻ അങ്ങനെ വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതും ഒരു പുരോഹിതനെതിരെ അങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അച്ഛൻ എങ്ങനെ കാണിച്ചെങ്കിലും മോശമായി പോയി. എല്ലാവരെയും നല്ലത് പഠിപ്പിക്കുകയും മാതൃകയാകുകയും ചെയ്യേണ്ട ആള് തന്നെ നടുവിരൽ പൊക്കി കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശം കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലച്ഛനാണെങ്കിലും ഉസ്താദാണെങ്കിലും എല്ലാവരിലും നല്ലതുമുണ്ട് മോശവുമുണ്ട്. ഈ കുപ്പായം ഇട്ടതുകൊണ്ട് മാത്രം ആരും നല്ലവരാകണമെന്നില്ല. അങ്ങനെ കണ്ടാൽ മതി. എന്തായാലും ഇവരുടെ ഇന്റർവ്യൂടെ ബാക്കി ഭാഗം കൂടി കണ്ടോക്കാം. അപ്പൊ ഞാൻ ആലോചിച്ച അപ്പൊ എന്റെ കുരു എന്നെ അങ്ങ് പൊട്ടത്തില്ലയോ? കാരണം അത് വയസ്സായ ഒരു പുരോഹിതൻ നമ്മൾ ചെല്ലുമ്പോൾ എന്താ അച്ഛാന്ന് ചോദിക്കും. ഞാൻ വീട് അച്ഛൻ എന്താ കാണിക്കുന്നു ഒന്നുകൂടെ കാണിക്കും. വേറെ വല്ലാതെ എന്റെ കുണം മാറും. നമ്മുടെ കൊല്ലത്തെ ലൈസിന് വേണ്ടി ഉണ്ടാക്കുന്ന ടീമുകളാണെന്ന് പറയാറുണ്ട്. ഉറപ്പായിട്ടുണ്ടാവും. കൊള്ളാല് ലൈസിന് വേണ്ടി അടി ഉണ്ടാക്കുന്നവരാണ് ഞങ്ങളൊന്നും പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഒരു കൊല്ലംകാരൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ എന്തായാലും പൊളിച്ച് എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. പറയാൻ വന്ന കാര്യം ഇതല്ല. ഈ പറഞ്ഞ റിലീജിയസ് ആ ഒരു ബാരിയറിനകത്ത് ഈ പറഞ്ഞ അച്ഛന്മാരായിക്കോട്ടെ മറ്റേ ഇതായിക്കോട്ടെ വേറെ ടീമുകളായിക്കോട്ടെ ഏതാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓട്ടവർ ആരായിക്കോട്ടെ ഇവരുടെ ചട്ടക്കൂടി നിന്ന് ജീവിക്കണമെന്ന് പറയുന്നത്. ഈ ചട്ടക്കൂട്ടിലെ മെയിൻ ഓണറാണ് ഈ ടീമുകൾ. ഇവര് പറയും ഇങ്ങനെ ഇട്ടാലേ നമ്മൾ ഇതിനകത്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നടന്നാലേ വരത്തുള്ളൂ. പക്ഷെ ഈ ടീമുകൾ കാണിക്കുന്നത് എന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇവളിപ്പോഴുള്ള ചിന്ത ഏതായിരുന്നു, അതായത് തക്ക വിട്ടുകൊണ്ട് വന്നാൽ അല്ലെങ്കിൽ ആളുകൾ എന്ത് കാണിക്കാൻ പറയാം. അതിനകത്ത് കാര്യമില്ല. നീ എങ്ങനെ ജീവിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തില്ല. നീ ആരും ദ്രോഹിക്കാൻ പോകുന്നില്ല, നീ ആരും ഇച്ചി പോകുന്ന പറയാൻ പോകുന്നില്ല. സോ അൺലെസ് നോക്കി ജീവിക്കുന്നു. ആരും മോശക്കാരൊന്നും പറയാൻ പോകുന്നില്ല. സോ അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഈ റിലീജിയസ് എന്നുള്ള ചട്ടക്കൂട് ഉണ്ടാക്കുന്ന ഏത് ടീമുകളാ കുറച്ച് വ്യക്തികളായിരിക്കും. ഈ വ്യക്തികളുടെ മനോഭാവം എങ്ങനെയാണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഇത്രയും കൂട്ടം ആളുകൾ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തേണ്ട കാര്യമില്ല. അവരുടെ മനോഭാവം മോശമാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ മോശമാവേണ്ടതുമില്ല. സോ അജിനാസ് ആ പറഞ്ഞതൊരു പോയിന്റ് ആണ്. അതായത് പല മത പുരോഹിതന്മാരും അവരവരുടെ മനോഭാവവും വ്യക്തി താല്പര്യവും അനുസരിച്ച് പല മത നിയമങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അവർ മാറ്റി പറയാറുമുണ്ട്. അല്ലെങ്കിൽ ഈ പുരോഹിതന്മാർ തന്നെ അതിന് വിപരീതമായി പ്രവർത്തിക്കാറുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പൊ TV കാണുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്, ഇതൊന്നും ചെയ്യരുതെന്ന് ഒരു കാലത്ത് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്നവന്മാർ തന്നെ യൂട്യൂബ് ചാനലുമായി രംഗത്ത് വരുന്നതാണ് കാണുന്നത്. ഇതൊന്നും ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞവർ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇതൊന്നും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് തിരുത്തി പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ. പക്ഷെ മുസ്ലിം സ്ത്രീകൾ തട്ടുമെടുത്ത് നോക്കി ഇതുപോലെ ഉസ്താദുമാരുണ്ടാക്കിയ നിയമമല്ല കേട്ടോ. അതൊക്കെ മത നിയമം തന്നെയാണ്. അതൊക്കെ പാലിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്ന് മാത്രം. ആരെയും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. നീ എന്താ തട്ടമിടാത്തതെന്ന് മറ്റൊരാളെ ചൂണ്ടി ചോദിക്കാൻ ആർക്കും അവകാശമില്ല എന്നർത്ഥം. ഇങ്ങനെ ചോദിക്കുന്നവർ ഒരു പക്ഷേ ഈ തട്ടമിടാതെ നടക്കുന്നവരെക്കാളും വലിയ ഉടായ്പായിരിക്കും. അൾട്ടിമേറ്റ്ലി എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ് ഓരോ മതവും പഠിപ്പിക്കുന്നത്. ബാക്കി കണ്ടോക്കാം. അത്രേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ മറ്റേ ഉമ്മ വിളിച്ചു എനിക്ക് കല്യാണം വേണ്ടേ അങ്ങനെയൊക്കെയാണോ ചോദിച്ചിരുന്നു. എനിക്ക് പെട്ടെന്നൊരു പാനിക്കറ്റൊക്കെ വന്നു. പിന്നെ രാത്രി വിളിച്ച് സംസാരിച്ചു, ഞാൻ ഓക്കെ ആയി. ഈ വീഡിയോ പോലും കാണുമ്പോഴില്ലയോ ഞാൻ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇവളൊരു തലേ തട്ടോട്ടെന്ന് വെച്ചോ ഇതിന്റെ വ്യൂവർഷിപ്പ് മാറും. ഉള്ള അവസാനി ഇതിന്റെ അകത്ത് ഇവളിപ്പോ ഈ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇവളുടെ പേര് റമീഷ, ഒരു മുസ്ലിം കാരിയായിട്ടുള്ള പേര് റമീഷ ബഷീർ. ഈ പുള്ളിക്കാരി ഇപ്പൊ ഒരു തലയിൽ ഒരു തട്ട വിട്ടെന്ന് വെച്ചോ, തട്ടവിട്ടാൽ ഇതിന്റെ വ്യൂവർഷിപ്പ് മാറും. എന്റെ മോളെ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ ആളുകൾ വരും. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നിയില്ല കേട്ടോ. തട്ടിട്ടതുകൊണ്ട് മാത്രം ആളുകൾ സ്നേഹിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ സ്നേഹം കിട്ടാത്തതാണ് എന്തുകൊണ്ട് നല്ലത്. കാരണം ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മുടെ തട്ടമൊന്ന് സ്ഥാനം മാറിയാൽ ഈ സ്നേഹിച്ചവർ തന്നെ തെറി പറഞ്ഞു വരും. അങ്ങനെയൊക്കെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ബാക്കി ഉണ്ടോക്കാം.
അപ്പം അതിനകത്ത് ഞാനൊന്നും കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, അവരെങ്ങനെ ആ ഒരു ഇതാക്കുന്നത്. എല്ലാ ഇസ്ലാമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെ ഇട്ടാൽ മാത്രമേ ആ ഒരു ഇതിന് അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ളത് ഐ ഡോണ്ട് ബിലീവ്. കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം 5 നേരം നമസ്കരിക്കുന്ന ടീമുകളുണ്ട്. അത് കഴിയുമ്പോൾ 2 അടിക്കുകയും ചെയ്യും. ഇതിനകത്ത് അർത്ഥമുള്ളത് അവർ ചെയ്യുന്ന അവർ വായി വരുന്ന പ്രവർത്തനം, ഹജ്ജ് വരെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഹജ്ജ് ഏറ്റവും പുണ്യ പ്രവൃത്തിയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. അവർ ചെയ്യുന്ന പ്രവൃത്തികളാവട്ടെ, വസ്തുവിന്റെ പേരിലാവട്ടെ, മറ്റു വിഷയങ്ങളാവട്ടെ, അവർ ഇടപെടുന്ന രീതികളും എടുക്കുന്ന നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായിട്ടും ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നതല്ല. ഐ ബിലീവ് നീ തന്നെയാണോ എനിക്കറിയത്തില്ല. ഐ ബിലീവ് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണെന്നുള്ളത് നമ്മളതിനകത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിൽക്കുക. ഇപ്പം എന്റെ മകൾക്ക് തട്ടിടുന്ന ഇഷ്ടമാണെങ്കിൽ അത് അവരുടെ ചോയ്സാണ്. എനിക്ക് ഇതാണെങ്കിൽ എന്റെ ചോയ്സ് സെയിം വേ. അതുകൊണ്ട് നീ ആ കാര്യത്തിൽ ടെൻഷൻ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ അജനാസ് പറഞ്ഞതിലെല്ലാം സത്യങ്ങളുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിൽ ജനറലൈസ് ചെയ്യുന്ന പോലെ തോന്നി. 5 നേരം നിസ്കരിച്ചിട്ട് കള്ളു കുടിക്കുന്നു, ഹജ്ജിന് പോയി വന്നിട്ട് അലമ്പ് കളിക്കുന്നു. സംഭവം ശരിയാണ്, അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അജനാസ് വാ തോരാതെ മതവിമർശനം നടത്തിയെങ്കിലും റമീസ് ഒരു അക്ഷരം പോലും മതത്തിനെതിരെ മിണ്ടിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇടയ്ക്കിടെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. ഒരു മുസ്ലിം ഓർത്തഡോക്സ് കുടുംബത്തിൽ വളർന്ന ആളാണെന്നല്ല പറഞ്ഞത്. സോ മതത്തെ കുറ്റം പറയാനൊക്കെ പേടിയുണ്ടാകും, സ്വാഭാവികമാണത്. ഞാൻ അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. മതത്തെ കുറിച്ചോ മത പുരോഹിതന്മാരെ കുറിച്ചോ എന്തെങ്കിലും പറയുമ്പോഴേക്കും അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും അജനാസിനും റമീസക്കും നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കും. രണ്ടുപേരുടെയും ഫിറ്റ്നസ് നേടൊക്കെ അടിപൊളി ആവട്ടെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.